നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വീണ വിജയൻ കഴിഞ്ഞ കുറച്ചു മണിക്കൂറായി ഇഡിയുടെ ചോദ്യമുനകളിൽ അങ്ങനെ നിൽക്കുകയാണ്. തൽക്കാലം വീണ വിജയനെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഇഡിയെ തെറിവിളിക്കാനോ ഇഡിയെ ഉപദ്രവിക്കാനോ തൽക്കാലം ഇപ്പോൾ SFI അടിമകളോ CPM പറഞ്ഞിട്ടുള്ള ആരും തന്നെ അവിടേക്ക് എത്തിയിട്ടില്ല. കാരണം ഇനി എത്തുകയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് തൂക്കിയെടുത്ത് അകത്തിടാൻ തന്നെയായിരുന്നു ഇഡിയുടെ പ്ലാൻ. അതുകൊണ്ട് തന്നെ കൊച്ചി ഓഫീസിന് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ അതീവ സുരക്ഷാ വലയം തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇഡിയുടെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ ഇന്ന് തൽക്കാലം അവധിയെടുക്കാൻ വീണയ്ക്ക് കഴിയില്ല. കാരണം ഇഡി അത്രയും പ്രാധാന്യത്തോടു കൂടി ഈ ഒരു കേസിനെ നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യപരമായി തനിക്ക് 12-ാം തീയതി വരാൻ കഴിയില്ല എന്ന് ഇഡി അറിയിച്ചതിന്റെ തൊട്ടു പിന്നാലെ അതേ 12-ാം തീയതി തന്നെയാണ് പുതിയൊരു ഡേറ്റ് വീണ വിജയന് ഇഡി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് ഇത്തവണത്തെ ഈ ഡേറ്റിൽ വരാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ കൊച്ചി ഓഫീസിലേക്ക് വരണമെന്നായിരിക്കില്ല. ഒരുപക്ഷെ നേരിട്ട് വീണ എവിടെയുണ്ടോ അവിടേക്ക് ഇടിച്ചു കയറി ചെല്ലാൻ ഇഡി പോലും അടിക്കില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിലാണ് വീണ ഈ ഒരു ഘട്ടത്തിൽ ഇഡിയുടെ മുന്നിലേക്ക് എത്താനായി തീരുമാനിച്ചത്. എന്തായാലും കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് ചോദ്യം ചെയ്യലിനായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ പാഞ്ഞെത്തിയ ഒരു കറുത്ത ആഡംബര കാറുണ്ട്. ആ കറുത്ത ആഡംബര കാറ് ആരുടെ കാറാണ് എന്ന ചോദ്യം ഉയരുകയാണ്. കറുത്ത ആഡംബര കാറിലും നിറയുന്നത് പിണറായി കുടുംബത്തിന്റെ അതിബുദ്ധി തന്നെയാണ് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. വിപണിയിൽ 25 ലക്ഷം മുതൽ 40 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ഇന്നോവയുടെ ഹൈക്രോസ് കാറിലാണ് വീണയും ഭർത്താവ് മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് ഇഡി ഓഫീസിന് മുന്നിലേക്ക് മാസ് എൻട്രി നടത്തിയത്. എന്നാൽ ഈ വണ്ടിയുടെ യഥാർത്ഥ ഉടമ ആര് എന്ന് കണ്ടെത്തുക അസാധാരണമാണ്. സാധാരണക്കാർക്ക് അസാധ്യമാകുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പുവശം. മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക പരിവാർ സൈറ്റിൽ പോലും വാഹനത്തിന്റെ കൃത്യമായ ഉടമസ്ഥാവകാശ വിവരങ്ങൾ എത്തുന്നതിന് മുൻപാണ് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ തനിമയോടുകൂടിയുള്ള ഈ കറുത്ത ആഡംബര കാറ് കൊച്ചിയിലെ റോഡുകളെ കീറി മുറിച്ച് ഇഡി ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. രജിസ്ട്രേഷൻ വിവരങ്ങൾ പോലും പൂർണ്ണമായി പൊതുസമൂഹത്തിന് ലഭ്യമാകാത്ത തരത്തിൽ അതീവ രഹസ്യമായാണ് ഈ വാഹനം ചോദ്യം ചെയ്യലിനായി വീണയ്ക്ക് എത്തിച്ചു നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നിലും വിജയന്റെ കുടുംബത്തിന്റെ പതിവ് അതിബുദ്ധി തന്നെ ഉണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതായത് ഇഡി ഓഫീസിലേക്ക് എത്താൻ വീണ വിജയൻ പുതിയ കാർ വാങ്ങിയോ എന്ന സംശയം ശക്തമാവുകയാണ്. തന്റെ സ്വന്തം പേരിലോ കുടുംബാംഗങ്ങളുടെ പേരിലോ ഉള്ള വാഹനത്തിൽ വന്നാൽ അത് മാധ്യമങ്ങളിലൂടെയും പരിവാഹൻ ഈ വെബ്സൈറ്റിലൂടെയും ഉടൻ തന്നെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന മുൻകൂട്ടി കണ്ടുള്ള നീക്കമാണ് ഇത്. വിവരങ്ങളിൽ നിന്നും അന്വേഷണങ്ങളിൽ നിന്നും സ്വന്തം ആസ്തികളെയും വാഹനങ്ങളെയും മാറ്റി നിർത്താനും ചോദ്യം ചെയ്യൽ ദിവസം പൊതുജന ശ്രദ്ധ തിരിച്ചുവിടാനും പാർട്ടിക്ക് വേണ്ടപ്പെട്ട ഏതെങ്കിലും വൻകിട വ്യവസായിമാരുടെയോ അല്ലെങ്കിൽ കോൺട്രാക്ടുമാരുടെയോ പേരിലുള്ള പുത്തൻ വാഹനമാണ് വീണയ്ക്കായി CPM കേന്ദ്രങ്ങൾ ഈ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള ആരോപണം ശക്തമാണ്. പിണറായി വിജയനും കുടുംബത്തിനും കറുത്ത നിറത്തോട് കറുത്ത കാറുകളോടുമുള്ള ഹരം ഇപ്പോഴും തുടരുകയാണോ എന്ന ചോദ്യവും ഈ യാത്രയോടെ ഉയരുന്നുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായി കോടികൾ മുടക്കി കറുത്ത ഇന്നോവ ക്രിസ്റ്റകൾ വാങ്ങിക്കൂട്ടിയത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പൊതുജനങ്ങളുടെ കറുത്ത മാസ്കിനും കറുത്ത തുണികൾക്കും വിലക്കേർപ്പെടുത്തിയ ഭരണകൂടത്തിന്റെ തലവൻ സ്വന്തം കുടുംബത്തിന്റെ യാത്രകൾക്കായി കറുത്ത ആഡംബര കാറുകൾ തന്നെ തിരഞ്ഞെടുക്കുന്നത് വലിയ വൈരുദ്ധ്യമായാണ് വിലയിരുത്തപ്പെടുന്നത്. കറുത്ത കാറിൽ കറുത്ത മാസ്കും ധരിച്ച് ഇഡിക്ക് മുന്നിലെത്തിയ വീണയുടെ ഈ യാത്രയുടെ പിന്നാമ്പുറങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. ഷോറൂമിൽ നിന്ന് രജിസ്ട്രേഷൻ പൂർത്തിയായി ദിവസങ്ങൾ പോലും ആകാത്ത ഈ കാറിന്റെ ഇൻഷുറൻസ് ടാക്സ് വിവരങ്ങൾ പോലും പൊതുരേഖയിൽ ലഭ്യമായിട്ടില്ല. കറുത്ത കാറിൽ കറുത്ത മാസ്കും ധരിച്ച് ഇഡിക്ക് മുന്നിലെത്തിയ വീണയുടെ ഈ നാടകീയ യാത്രയുടെ പിന്നാമ്പുറങ്ങൾ വരും ദിവസം കൂടുതൽ ചർച്ചയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ കാറിന്റെ ഉടമ ആരാണ് എന്ന ചോദ്യം വഴിയെ മനസ്സിലാവും. വണ്ടിയുടെ യഥാർത്ഥ ഉടമ ആരെന്ന് പുറത്തു കൊണ്ടുവരാൻ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കുമേൽ പ്രതിപക്ഷ സംഘടനകൾ സമ്മർദ്ദം ചെലുത്തുകയാണ്. മാസപ്പടി കേസിന്റെ അന്വേഷണം മുറുകുന്നതിനിടയിലാണ് ഈ കാർ വിവാദവും കൂടി ഉയരുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ വീണ്ടും പ്രതിരോധത്തിലാക്കുകയാണ് ഈ കാറ്. വിജയൻ കുടുംബത്തിന്റെ അതിബുദ്ധിയും കറുത്ത കാറിന്റെ നിഗൂഢതയും സമൂഹത്തെ പോലും ഞെട്ടിച്ചു കഴിഞ്ഞു.
സിനിമാ സ്റ്റൈലിൽ കറുത്ത കാറിൽ കറുത്ത മാസ്കും ധരിച്ചെത്തിയ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിന് മുന്നിൽ തടഞ്ഞു നിർത്തുകയായിരുന്നു ആദ്യം കേരള പോലീസ്. മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകളെ പൂർണ്ണമായും വെട്ടിച്ച് അതീവ രഹസ്യമായി ED ഓഫീസിനുള്ളിലേക്ക് കടക്കാനുള്ള വീണയുടെ നീക്കത്തിനാണ് രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശത്തെ തുടർന്ന് കനത്ത സുരക്ഷയൊരുക്കിയ പോലീസ് അപ്രതീക്ഷിതമായി ചെക്കുവെച്ചത്. ഇതോടെ കാറിന് പുറത്തിറങ്ങി കൂളായി അതിവേഗം നടന്ന കൃത്യം 10:28 മുൻപ് തന്നെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ചോദ്യം ചെയ്യലിനായി ഹാജരാവുകയായിരുന്നു. പുത്തൻ കറുത്ത ഇനോവ ഹൈക്രോസ് കാറിൽ ED ഓഫീസിലേക്ക് ഭർത്താവ് PA മുഹമ്മദ് റിയാസിനൊപ്പം എത്തി. രാവിലെ മുതൽ കൊച്ചിയിലെ ED ഓഫീസിന് മുന്നിൽ വൻ മാധ്യമപ്പടയും കനത്ത പോലീസ് കാവലുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കൃത്യം 10:25 കറുത്ത നിറത്തിലുള്ള ആഡംബര കാറിൽ കറുത്ത മാസ്കും ധരിച്ച് വീണ വിജയൻ എത്തിയതോടുകൂടി സങ്കീർണമായ നാടകീയ രംഗങ്ങളാണ് കൊച്ചിയിൽ അരങ്ങേറിയത്. കാറിനെ ED ഓഫീസിന്റെ പ്രധാന ഗേറ്റ് കടത്തി ഉള്ളിലേക്ക് വിടാൻ പോലീസ് തയ്യാറാകാതിരുന്നതോടുകൂടി വീണയുടെ ആദ്യ പ്ലാൻ പൊളിയുകയായിരുന്നു. What?